കോഴിക്കോട് ബൈക്ക് യാത്രികരെ ഇടിച്ചിട്ട ശേഷം സ്വകാര്യ ബസ് ജീവനക്കാരൻ കടന്നു കളഞ്ഞുവെന്ന് പരാതി. മൗ റോഡിൽ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. പാറപ്പടി സ്വദേശി അനിൽകുമാറിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. സലാം മുഹമ്മദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സലാം, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? അതുപോലെ തന്നെ ഈ ഒരു യാത്രക്കാരനെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ യാത്രക്കാരന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അതുപോലെ ഈ ബസ് ജീവനക്കാർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നിലവിൽ യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. മാവൂർ റോഡിൽ വെച്ചായിരുന്നു ഈ ബൈക്ക് യാത്രികനെ സ്വകാര്യ ബസ് ഇടിച്ച് നിർത്താതെ പോയത്. ആദ്യഘട്ടത്തിൽ ഇയാൾ വീണതിനെ തുടർന്ന് ബസ് നിർത്തുകയും അതിൽ നിന്ന് ഡ്രൈവർ ഓടിപ്പോവുകയുമായിരുന്നു. പിന്നാലെ നാട്ടുകാർ ഇടപെട്ട് ഈ ജീവനക്കാരോട് ഈ അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവരൊന്നും തന്നെ തയ്യാറായില്ല. അങ്ങനെ അവസാനം ഒരു ജീവനക്കാരൻ മാത്രമാണ് ഒരു ഓട്ടോ വിളിച്ച് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി തയ്യാറായത്. ആ സമയത്ത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞ് ഇയാൾ പിന്നീട് വീണ്ടും ഓട്ടോയിൽ നിന്നും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ രീതിയിൽ വലിയ അലംഭാവം തന്നെയാണ് ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ ഡ്രൈവറുടെയും ഭാഗത്തുണ്ടായത്. അതേ തുടർന്നാണ് പിന്നീട് നാട്ടുകാർ ഈ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. അങ്ങനെയാണ് ഇയാൾ പറയുന്നത്. ഈ പരിക്കേറ്റത് പാറപ്പടി സ്വദേശി അനിൽകുമാർ എന്നയാൾക്കാണ്. അയാൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഏതായാലും CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, സലാം മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.